ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ യുദ്ധം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. നോക്കൂ, ഇവിടുന്ന് ഇറാൻ കപ്പലിന് ഇന്ത്യ ഷെൽട്ടർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ എംബസി അതിന് നന്ദി അറിയിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത് മാനുഷിക പരിഗണനയാൽ നൽകിയിരിക്കുന്ന ഷെൽട്ടറാണ് എന്നത് ഇന്ന് വിദേശകാര്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ടോ അല്ലാതെയോ ഒക്കെ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കാകേണ്ടി വരുന്നുണ്ടോ മറ്റു രാഷ്ട്രങ്ങൾക്ക്? ഇറാൻ ഇപ്പോഴും അവരുടെ എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നതുകൂടി കാരണം. ഹോർമുസിൽ അവർ മറ്റു രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി നൽകുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ ലക്ഷ്യമിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇനിയും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അവർ അവരുടെ പൂർണ്ണതോതിൽ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇടപെടേണ്ടുന്ന സാഹചര്യം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുമോ? അങ്ങനെ ഒരു ആംഗിൾ ഗൗരവമായി പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്ന യുദ്ധം. അതുകൊണ്ട് ഇതൊരു മേഖലാ യുദ്ധമായി പരിമിതപ്പെടാതെ പരമാവധി രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റഡ് ആകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരിക എന്നത് ഇറാനിയൻ ഗെയിം പ്ലാൻ്റെ ഭാഗമാണ്. അതുമാത്രമേ ഇറാന് പ്രതീക്ഷിക്കാനാവൂ. അത് സംഭവിക്കുന്നതിൻ്റെ ഏർലി സൂചനയാണ് ഇന്ത്യ മഹാസമുദ്രത്തിൽ വെച്ച്, അതായത് യുദ്ധമേഖലയിൽ നിന്നും എത്രയോ നോട്ടിക്കൽ മൈൽ അകലെ ഉള്ള സ്ഥലമാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ശ്രീലങ്കയേക്കാൾ തെക്ക് മാറി ഒരു ശ്രീലങ്കയിൽ 40 നോട്ടിക്കൽ മൈൽ തെക്ക് മാറി ഒരു ഇറാനിയൻ കപ്പൽ സമാധാനപരമായ ഒരു സമയത്താണ്, അതായത് ആ കപ്പൽ ബാറ്റിൽ ഷിപ്പ് ആണെങ്കിൽ പോലും ഒരു നെയ്വൽ എക്സസൈസിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. 3 കപ്പലുകൾ ഇറാനിൽ നിന്നെത്തി. ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് 78 രാജ്യങ്ങളെയാണ് ഇന്ത്യ ക്ഷണിച്ചത്. റെസ്പോണ്ട് ചെയ്ത് 18 രാജ്യങ്ങളാണ് കപ്പലുകളെ അയച്ചത്. അതിൽ ഒന്ന് ഇറാനാണ്. ഇന്ത്യയോട് സൗഹൃദമുള്ളത് കൊണ്ടാണ് ഇറാൻ വിശാഖപട്ടണം തീരത്തേക്ക് നെയ്വൽ എക്സസൈസിന് വേണ്ടി കപ്പലുകളെ അയച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന് തിരിച്ചു പോകും വഴി ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് നമ്മുടെ നിയമപരമായ ബാധ്യതയൊന്നുമല്ല അതിഥിയെ സംരക്ഷിക്കുക എന്നത്. അതിഥി പോയി കഴിഞ്ഞു. പക്ഷേ ആതിഥേയ മര്യാദ എന്ന് പറയുന്നത്, മനുഷ്യത്വം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നതാണ്. കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഇറാൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചില്ല. ആ ടോർപിഡോ ചെയ്യപ്പെട്ട അമേരിക്കൻ മനുഷ്യത്വപരം എന്ന് പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാനാണോ യഥാർത്ഥത്തിൽ ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഖമനയുടെ വധം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതൊരു വിമർശനമായി ആഭ്യന്തര പൊളിറ്റിക്കൽ വിഷയമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മനുഷ്യത്വപരം അത് നോർമലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല, അത് ബാലൻസിങ് ആക്ട് ആണ്. നോക്കൂ, അത് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ആ ഒരു കപ്പൽ യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ നേവിയുടെ ഒരു ടെനാസിറ്റി അല്ലെങ്കിൽ സർവൈലൻസ് കേപ്പബിലിറ്റി നന്നായി അളക്കുന്ന ഒന്നായിരുന്നു. ഒന്നുകിൽ ഇന്ത്യൻ നേവി ഇന്ത്യയുടെ സമുദ്ര അടിത്തട്ടിലുള്ള സംവിധാനങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ വേണ്ടതുപോലെ ജാഗരൂകരായി പ്രവർത്തിച്ചില്ല. ഒരു അമേരിക്കൻ അന്തർവാഹിനി ആ പ്രദേശത്തുണ്ട്. അതിൻ്റെ ടോർപിഡോ ആക്രമണമുണ്ട്, മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ വൾനറബിലിറ്റിയാണ് കാട്ടുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ അറിഞ്ഞിരിക്കാം. പക്ഷേ ഇത് ഞങ്ങളുടെ അങ്ങനെ ആക്രമണം സംഭവിക്കും എന്ന് മുൻകൂട്ടി അറിയാനാവില്ലല്ലോ, ഒരു അന്തർവാഹിനി ഉള്ളതുകൊണ്ട് മാത്രം. പക്ഷേ അത് ഹിറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം ഇന്ത്യ എത്തി. പക്ഷേ വൈകിയാണ് എത്തിയത്. ഇന്ത്യക്ക് ആ രീതിയിലുള്ള അലേർട്ട് ഇത് കിട്ടി. പക്ഷേ ശ്രീലങ്ക ആദ്യം എത്തി. എല്ലാ രീതിയിലുള്ള ദൗത്യവും പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ത്യ അവിടെ എത്തി എന്ന് പറയുന്നു. അവിടെ ചെറിയ രൂപത്തിൽ ഇന്ത്യക്ക് ഒരു മുഖം നഷ്ടപ്പെടൽ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇന്ത്യക്കുള്ളിലും പുറത്തും. പക്ഷേ അത് ബാലൻസ് ചെയ്ത രീതിയിലാണ്. ആ 3 കപ്പലുകൾ അവശേഷിക്കുന്ന കപ്പലുകൾ ഒരെണ്ണം ശ്രീലങ്ക തീരത്തടങ്ങുന്നു. മറ്റൊരു കപ്പൽ ഇന്ത്യയുടെ സഹായം 28-ാം തീയതി, വളരെ നേരത്തെ തന്നെ, ഇതൊക്കെ സംഭവിക്കുന്നതിന് വളരെ മുൻപ് തന്നെ സഹായം, ടെക്നിക്കൽ റീസൺസ് കൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും നമ്മുടെ രാജ്യം അതിന് ആതിഥ്യമരുളുകയും ചെയ്തു. അത് വളരെ നിർണായകമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും സ്വാഗതാർഹം നിർണായകമായ ഒരു കാര്യമാണ്. കൊച്ചിയിൽ, നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചി തുറമുഖത്ത് ഇറാനിയൻ കപ്പലിൻ്റെ സാന്നിധ്യം ഇപ്പോഴുണ്ട്, നങ്കൂരമിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു ബാലൻസിങ് ആക്ട് വളരെ ആവശ്യമാണ്. ഡിപ്ലോമസിയിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന നമ്മുടെ വിദേശ നയത്തിൽ പലപ്പോഴും ഒരു ഓരം ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു വിവേചനപരമായ നിലപാടെടുക്കുന്നു എന്ന ആരോപണം വരുമ്പോൾ ബാലൻസ് ചെയ്ത് പോവുക, കഴിയുന്ന കാര്യത്തിലെങ്കിലും ബാലൻസ് ചെയ്ത് പോവുക. ട്രംപിൻ്റെ പ്രസ്താവനകൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാവശ്യമുണ്ടായിരുന്നോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യ പ്രവർത്തിച്ചു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. കാരണം റഷ്യയിൽ നിന്നും പൂർണ്ണതോതിൽ ഇറക്കുമതി ഒഴിവായി. പൂർണ്ണതോതിലുള്ള ഇറക്കുമതി ഒഴിവായിട്ടില്ല, ഭാഗികമായി ഇറക്കുമതി ഒഴിവായി.
20% എണ്ണ ഇപ്പോഴും റഷ്യയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ സൈലൻ്റായി ഇന്ത്യ തങ്ങളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എക്സസൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പൂർണ്ണമായി വിജയിക്കുന്നില്ല, ഒരു ശ്രമം നടത്തുന്നു. അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായി ഇപ്പോൾ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നു. വൈകിയെങ്കിലും ഈ പരമോന്നത നേതാവ്, ഇറാൻ്റെ നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ അതിലുള്ള അനുശോചനം അറിയിക്കാൻ എംബസി വരെ ചെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇറാനിയൻ എംബസിയിൽ ചെന്നു എന്ന് പറയുമ്പോൾ വൈകിയെങ്കിലും ഇന്ത്യ പ്രതികരിച്ചു. അതുകൊണ്ട് പ്രതികരണത്തിൻ്റെ ഘടനകൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെല്ലായിടത്തു നിന്നും വരുന്നു. അങ്ങനെ കൂടുതൽ പ്രതികരണങ്ങൾ വരികയും ലോക സാമ്പത്തിക രംഗം അട്ടിമറിക്കപ്പെടുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇപ്പോൾ മാറി നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും നേരിട്ടല്ല, സൈനികമായിട്ടല്ല, നയതന്ത്രപരമായി രംഗത്ത് വരേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പെഷെസ്കിയാനെ നേരിട്ട് വിളിച്ചാണ് അനുശോചനം അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ റഷ്യ കൂടുതൽ പ്രകടമായി തന്നെ ഇറാനൊപ്പം നിലയുറപ്പിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ കാണുകയാണ്. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് 8 ദിവസമാവുകയാണ്. പക്ഷേ സക്സസർ ആരാണ് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും ആദ്യം തീരുമാനമുണ്ടാകേണ്ടത് ആ കാര്യത്തിലാണ് എന്ന് മതപുരോഹിതർക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അതിൽ പോലും ഭയമാണ്. പുതിയൊരാളെ തെരഞ്ഞെടുത്താൽ അവരെ വധിക്കുമോ എന്ന ഭയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാനെ പിന്നോട്ട് വലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന വിഷയമാണ്. ഫോർത്ത് കോളമിന് വലിയ രീതിയിലുള്ള സന്ദേശം ഇറാൻ തന്നെ നൽകുകയാണ്. ആരെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ വധശിക്ഷ ഉൾപ്പെടെ വിധിക്കുമെന്ന് പറയുന്നു. ഗ്ലോബൽ ഇന്റർനെറ്റ് പൂർണ്ണമായും കട്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആഭ്യന്തരമായി ഉയരുന്ന ഈ രീതിയിലുള്ള സാഹചര്യങ്ങളെ നേരിടുക, ഒപ്പം തന്നെ അമേരിക്കയുടെ വലിയ സമ്മർദ്ദം, ആക്രമണം, ഇതിനെയൊക്കെ ചെറുക്കുക എന്ന വളരെ സന്നിഗ്ധ ഘട്ടത്തിലാണ്. അവിടെ ഒരു സക്സസറിനെ പോലും അനൗൺസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇറാനെ സംബന്ധിച്ചുണ്ട്. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് രേണുക തന്നെ പറഞ്ഞത്. കാരണം ഒരു സക്സസറിനെ അവർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനായിട്ട് ഭയമുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ആരാണോ സക്സസറായിട്ട് വരുന്നത് ആ സക്സസറെ ഇവർ കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ചാരന്മാര് ഇഷ്ടംപോലെ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. അപ്പൊ സക്സസറായിട്ട് പുതിയതായിട്ട് വരുന്ന ഒരാള് ഇനി ഒരു പക്ഷേ സമ്പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് കീഴടങ്ങിയിട്ട് അവർ പറയുന്ന രീതിയിലേക്ക് പോയാലോ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്. മതപൗരോഹിതന്മാർ പറയുന്നുണ്ട് പുതിയ ആളെ വേണമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ ഒരാളെ എടുക്കാനായിട്ട് ഒരുപക്ഷെ ആളുകൾ വില്ലിക്കല്ലാന്നും കൂടെ വന്നുകൂടെ കഴിയില്ലല്ലോ. ആളുകൾ ഇപ്പോൾ ഒരു സക്സസറായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചുമതല ഏറ്റെടുക്കാനായിട്ട് ആളുകൾക്ക് ഭയമുണ്ടാകാനും സാധ്യതയുണ്ട്. അതിന്റെ കൂടെ വേറെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട്, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞൊരു കാര്യം, അതായത് അന്തർവാഹിനിയെ ഇന്ത്യക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്ത്യയുടെ പരാജയമല്ല. അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക അന്തർവാഹിനികൾ കടലിന്റെ അങ്ങേയറ്റം അടുത്തട്ടി പോയി കടന്നു കഴിഞ്ഞാൽ ഒരു ഈച്ച പോലും അറിയില്ല. പണ്ടൊക്കെ എന്ന് പറയും അന്തർവാഹിനിയെ ട്രേസ് ചെയ്യാനായിട്ട് സോണാറാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തർവാഹിനികൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ എഞ്ചിനിൽ നിന്നുള്ള സൗണ്ട്, അതുപോലെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ സൗണ്ട് പോലും ഉണ്ടാക്കത്തില്ല. അതിനെ ഒരു മനുഷ്യനും അറിയില്ല. എന്ന് മാത്രമല്ല അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇന്ധനം പോലും ഇല്ലാതെ എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്ന അതുപോലെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് എന്നത് നമുക്കും ഒരു ഭീഷണിയാണ്. രേണുക, ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ള ഓഷ്യൻസിൽ ഇന്ത്യയുടെ അന്തർവാഹിനികളും ഉണ്ട്. ഇന്ത്യയുടെ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി മുതൽ 12 നോട്ടിക്കൽ മൈൽ വരെ മാത്രമേ ഉള്ളൂ. അതായത് 22 കിലോമീറ്റർ വരെ മാത്രം ഇന്ത്യയുടെ സമ്പൂർണമായ അധികാര പരിധിയാണ്. അതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവരെ അറ്റാക്ക് ചെയ്യാം, ഇന്ത്യ കണ്ടുപിടിക്കണം. അവിടെ ആരെങ്കിലും കയറിയിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമാണ്. അതിന്റെ പുറത്തേക്കുള്ളത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്, അത് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ സ്വന്തമല്ല. നമുക്ക് അവിടെ മത്സ്യബന്ധനം നടത്താം, എണ്ണ ഖനനം നടത്താം എന്നല്ലാതെ മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്കോ ഒന്നും അതിലെ പോകുന്നത് തടയാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. ഈവൻ മറ്റുള്ള രാജ്യങ്ങളുടെ മിലിറ്ററി ഓപ്പറേഷൻസ് പോലും അതിലെ നടന്നു എഴുതി ചോദിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. നമുക്ക് അവിടെ മത്സ്യബന്ധനവും
അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് 1% പോലും ഇന്ത്യയുടെ പരാജയമല്ല. കാരണം ഇന്ത്യയുടെ ഇവിടുന്ന് 100-200 നോട്ടിക്കൽ മൈലിന്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും എല്ലാവരുടെയും അന്തർവാഹിനികൾ ആ മേഖലയിൽ ധാരാളമായിട്ടുണ്ട്. ഇന്ത്യൻ ഓഷൻ എന്ന പേര് പറഞ്ഞത് കൊണ്ട് അത് സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ശരി, എന്തായാലും എല്ലാ രാഷ്ട്രങ്ങളും വളരെ ജാഗരൂകമാണ്. ലോകക്രമത്തെ ബാധിക്കുന്നുണ്ട്, ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ ആകെ ബാധിക്കുന്നുണ്ട്. ഈവൻ ഇസ്രായേലിന്റെ വരെ സാമ്പത്തിക നില വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ യുദ്ധത്തിന് ശേഷമെന്ന് മനസ്സിലാകുന്നു. അമേരിക്കയുടെ കാര്യത്തിലും അതുതന്നെയാണ്. ഇതുവരെ ചെലവഴിച്ച തുക ഭീമാകാരമാണ്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.